ഓ, നമ്മൾ ഇന്നൊരു ഉല്ലാസയാത്ര പോയതാണ്. അതും നമ്മുടെ സ്വന്തം KSRTC ബസ്സില്. ഞാൻ ആദ്യമായിട്ടാണ് KSRTC ബസ്സിൽ ഇങ്ങനെ ടൂർ പോകുന്നത്. അത് നമ്മൾ അസോസിയേഷൻ വഴിയാണ് പോയത്. ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലല്ലേ സാധാരണ പോയി കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല അപ്പുറം ഇപ്പുറം സൈഡ് വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണാം. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജനാല തുറന്ന് നമ്മുടെ സൈഡിലെ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ KSRTCയിൽ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂസ് എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 9:30ക്കാണ് എൻഡ് ചെയ്തത്. നമ്മൾ ഫുഡൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മിഞ്ഞ പാലു നുകരുന്ന നേരത്ത് അമ്മ വിളിച്ചു നീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാർ വാഴ്ത്തി നീ കള്ളൻ. ഇങ്ങോട്ട് പോകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വാഗമൺ പ്ലസ് തേക്കടിയാണ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ വാഗമണിലേക്കാണ് പോയത്. നമ്മൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ രാവിലെ കടയിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ലേറ്റ് ആവും എന്ന് ഓർത്തിട്ടാണ് നമ്മൾ നേരത്തെ ഫുഡ് പറഞ്ഞായിരുന്നു. അപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ഫുൾ ബോർ അടിക്കുന്നതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ്, കുറെ എല്ലാവരും പാട്ട് പാടി ഡാൻസ് കളിച്ചു. അങ്ങനെ ഭയങ്കര എന്റർടൈൻമെന്റ്സ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പോവാൻ വേണ്ടി നമുക്കൊരു മടുപ്പില്ല. നമ്മൾ KSRTC ബസ്സോന്ന് ഓർത്തപ്പം അയ്യോ KSRTC ബസ് ആണോന്ന് ഫസ്റ്റ് ഒരു ചിന്ത വരും. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ പോയിട്ട് റിട്ടേൺ വന്നപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പോയിട്ട് വരുന്നതിനേക്കാളും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് വാഗമണ്ണിൽ കാണുന്ന ഏകദേശം ഒരേ സ്ഥലം തന്നെയാണ്. മൊട്ടക്കുന്ന്, പൈൻമരം, അതുപോലെ തന്നെ പാഞ്ചാലിമേട്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വാഗമണ്ണിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയും. നമ്മളിവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ മൊട്ടക്കുന്നിലാണ് പോയത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് ആട്ടോ. നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇവിടെ കുറച്ച് നേരം കേട്ടോ സ്പെൻഡ് ചെയ്തോളൂ. കാരണം കുറച്ച് വെയിലടിക്കുന്ന സമയമായിരുന്നു കേട്ടോ നമ്മൾ എത്തിയത്. ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ അന്നേരം കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ റിട്ടേൺ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിൽ പോയിട്ടാ. പക്ഷെ അവിടെ ജസ്റ്റ് കേറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് പാഞ്ചാലിമേട് പോയിട്ട്. പാഞ്ചാലിമേട് പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അന്നേരം ഋഷിക്കുട്ടൻ എൻ്റെ അടുത്ത് നിന്ന് ഉറങ്ങുമായിരുന്നു. അന്നേരം ഞാൻ പാഞ്ചാലിമേടിൽ കേറി പോയില്ല കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ എണീറ്റ് വന്നല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഋഷിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് പൈൻമരത്തിൽ പോയായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങി പോയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറെ ഫുഡൊക്കെ ട്രൈ ചെയ്തു. ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു കഴിച്ചു. എന്തൊക്കെ നമ്മൾ വീട്ടിൽ എന്തോരം ഉപ്പിലിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോകുമ്പോൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചു കഴിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റും വൈബും ഒക്കെ ആട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം കുഞ്ചൂസൊക്കെ എല്ലാരും ഡാൻസ് ഒക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്യും കേട്ടോ. പിന്നെ ഏകദേശം ഒരു ഉച്ച സമയമായി. നമ്മൾ ഉച്ചയ്ക്ക് കുട്ടിക്കാനത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാട്ടെ ഋഷിക്കുട്ടൻ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ഏകദേശം ഒരു ഈവനിങ് ഒരു 3:30 ആയപ്പോഴത്തേക്കും തേക്കടിയിൽ വന്നു കേട്ടോ. തേക്കടിയിൽ വരുന്നിട്ടാണ് ഭയങ്കര ട്വിസ്റ്റ്. ഏകദേശം ഒരു മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും മഴ നമ്മളെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ തേക്കടിയിൽ വന്ന് പാസ്സൊക്കെ എടുത്തു. ബസ് ഉണ്ട് കേട്ടോ നമ്മളെ ഈ വ്യൂവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബസ്സിൽ കയറിയതും അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞാനും ഋഷിക്കുട്ടനും നന്നായിട്ട് നനഞ്ഞു. ഋഷിക്കുട്ടന് എക്സ്ട്രാ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ചൂസിന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ഒരു ഹുഡീസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മൾ നനഞ്ഞിട്ടാണ് ബസ്സിൽ ഓടിക്കേറിയത്. അതുപോലെ നമ്മളെ മഴ ചതിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ഇരുന്നതും മഴ പോയിട്ടോ. നമ്മൾ വന്ന് ബസ്സിലൊക്കെ കയറി ഋഷിക്കുട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി.
പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ നെയ്യപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യപ്പമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഏകദേശം വൈകുന്നേരം ആവാറായിട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. ഇഷ്ടല്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബൈ.